രാജ്യത്ത് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം അവസാനവട്ട പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ ബസ്രി, ശ്രാവസ്തി ജില്ലകളിലും പശ്ചിമ ഡൽഹിയിലും പരസ്യ പ്രചാരണം നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമബംഗാളിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഹരിയാനയിലെ മഹേന്ദ്രഗഡ്, കർണാൽ, കുരുക്ഷേത്ര മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായി ഇറങ്ങും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഹരിയാനയിലെ സോനിപട്ടിലും ഝർഖി, ദാദരി ജില്ലകളിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. പഞ്ചകുലയിലെ സംവിധാൻ സമ്മാൻ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചാമ്പൈ സോരനും ഇന്ന് റാഞ്ചിയിലും ഗോഡയിലും റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സംബന്ധിക്കും. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ മാസം 25-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ ഉൾപ്പെടെ നാളെ പരസ്യ പ്രചാരണം അവസാനിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണമാണ്. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. അടുത്ത മാസം 4-നാണ് 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ.